നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 456 456. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 3-ാം അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. ശ്ലോകം ഇങ്ങനെയാണ്: തദ്ധ്യതാ ബാലിശാനാം സ്വയം ആത്മനശ്രേയ പരമം പരമവിദുഷാം പരമപുരുഷാ പ്രകർഷരുണയാ സ്വമഹിമാനം അപവർഗാഖ്യം ഉപകൽപ്പയിഷ്യൻ സ്വയം ന അപചിതായേവേ ഇതരവതീഹ ഉപലക്ഷിത. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം വരുമ്പോൾ: ഹേ പുരുഷോത്തമ, ഹേ പരമാനന്ദരൂപ, ആത്മാവിൻ്റെ ശ്രേയസ്സിനെ ഒട്ടും അറിയാതിരിക്കുന്ന മൂഢന്മാർക്കെന്ന പോലെ, വളരെ പ്രധാനമായിട്ടുള്ളൊരു പ്രയോഗം അത്, മൂഢന്മാർക്കെന്ന പോലെ ശ്രേഷ്ഠമായ കാരുണ്യത്താൽ മോക്ഷം എന്നു പേരായ അങ്ങയുടെ മഹിമയെ ഞങ്ങൾക്ക് നൽകുവാനായിട്ട് പൂജിക്കപ്പെടാത്തവനായിട്ട് തന്നെ സാധാരണൻ എന്ന പോലെ ഇവിടെ കാണപ്പെട്ടുവല്ലോ. മോക്ഷം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ശ്രേയസ്. അത് ഇഷ്ടംമാതിരി തരാൻ തയ്യാറാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കോഡ് ഓഫ് കണ്ടക്റ്റിൽ ജീവിക്കണമെന്ന് മാത്രം. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം വരുന്നുണ്ട്. ഹേ പരമാനന്ദ സ്വരൂപ, ഭഗവാന്റെ രൂപം എന്താ? പരമാനന്ദ സ്വരൂപ. അവരവരുടെ ശ്രേയസ്സിനെ കുറിച്ച് അറിവില്ലാത്ത മൂഢന്മാരെന്നാണ് പറഞ്ഞത്. മൂഢന്മാരായ പുത്രന്മാരുടെ നേരെ പിതാക്കന്മാരെന്ന പോലെ യാതൊരു പ്രയോജനത്തെയും അപേക്ഷിക്കാതെ തന്നെ നിന്തുരുവടി പ്രയോജനം കാക്ഷിക്കുന്ന ഒരു സാധാരണ ജനത്തെ പോലെ ഞങ്ങളിൽ പരമകരുണയെ പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ പരമാനന്ദ സ്വരൂപമായ മോക്ഷത്തെ, മോക്ഷം എന്ന് പറഞ്ഞാൽ പരമാനന്ദ സ്വരൂപം ആര് റിലീസ് ചെയ്യണു ആ സ്റ്റേറ്റിലെത്തി. അല്ലാണ്ട് മരിച്ചതിൻ്റെ ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അവർക്ക് എന്തില്ല? ജനനം പുനരഭി മരണമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മോക്ഷത്തെ ഞങ്ങൾക്ക് നൽകുവാൻ വേണ്ടി സ്വയമേവ ഇവിടെ പ്രത്യക്ഷനായിരിക്കയാൽ ഭൃത്യവത്സലൻ, ഭക്തവത്സലൻ എന്ന് മാത്രമല്ല ഭൃത്യവത്സലൻ എന്നൊരു അപരനാമം കൂടി ഭഗവാനുണ്ട്. ഭൃത്യന്മാരുടെ വത്സലൻ. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഭൃത്യവത്സലൻ തന്നെ നിന്തിരുവടിയെന്ന് അനുഭവപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകം: അധ അയം ഏവ വരോ ഹി അർഹത്തമ യർഹിബർഹിഷി രാജർഷേർ വരദർഷഭോ ഭവാൻ നിജപുരുഷേ ക്ഷണവിഷയ ആസീത്. ഇതാണ് ശ്ലോകം. ഭഗവാൻ വരദാനം ചെയ്യുന്നവരിൽ ഉത്തമനായ അങ്ങ് ഉത്തമ വരങ്ങളെ കൊടുക്കുള്ളൂ. പരമശിവനൊക്കെ അറിയാതെ കണ്ട് വരം കൊടുത്തു ഇല്ലേ? അപ്പോൾ ആരുടെ കയ്യ് നിൻ്റെ കയ്യെ ആരുടെ തലയിൽ വെച്ചാൽ അവരുടെ തല പൊട്ടിത്തെറിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ആ അസുരൻ എന്താ ചെയ്തത്? ശിവൻ്റെ നേരെ ഓടി അടുത്തേക്ക് വന്നു, തലയ്ക്ക് മീതെ കൈ വയ്ക്കാൻ. ശിവൻ പൊട്ടിത്തെറിക്കാമെന്ന് നോക്കട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ശിവൻ ഓടാൻ തുടങ്ങിയതാണ് കഥ. ഈ കഥകളൊക്കെ എന്തിനാ? ത്രിമൂർത്തികളിൽ ഭൃഗുമഹർഷി പറയുണ്ടായിട്ടുണ്ട്, ആരാണ് ചൈതന്യവാൻ, ആരാണ് ക്ഷമാശീലൻ. അപ്പോൾ അത് സാക്ഷാൽ ശ്രീഹരിയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ആ ശ്രീവത്സം എന്ന് പറയുന്ന അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഈ കഥകളൊക്കെ അറിയാതെ കൊണ്ട് നമ്മൾ ഭാഗവത സപ്താഹം ചെയ്തിട്ട് എന്താ കാര്യം പറയും?
അപ്പോൾ പറഞ്ഞു നിജപുരുഷേക്ഷണ വിഷയ, നിജപുരുഷന്മാരുടെ നേത്രങ്ങൾക്ക് വിഷയമായിട്ട് എപ്പോൾ ഭവിച്ചുവോ അത്യന്തം പൂജ്യ, ഇത് തന്നെ വരം. ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ സാധിച്ചു, അങ്ങയുടെ ദർശനം ഉണ്ടായല്ലോ, അതന്നെയാണ് വരം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഹേ പൂജന്മാരിൽ വെച്ചും പൂജ്യനായുള്ളവനെ, രാജർഷിയായ നാഭിയുടെ ഈ യാഗത്തിൽ അങ്ങയെ സേവിക്കുന്ന ഞങ്ങളുടെ നേത്രങ്ങളെ ആനന്ദിപ്പിക്കുന്ന ഈ ഉത്തമ രൂപത്തെ പ്രദർശിപ്പിച്ചുവെന്നത് യാതൊന്നോ ഇത് തന്നെ പരമാനുഗ്രഹമായിരിക്കുന്നു. വരദാനം ചെയ്യുവാൻ യോഗ്യന്മാരായ ബ്രഹ്മാദികളിൽ വെച്ചും ഉത്തമനായ അങ്ങയ്ക്ക് യാതൊരു പൂജയും ചെയ്യുവാൻ ഞങ്ങൾ സമർത്ഥരല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് നൽകിയ ഈ സന്ദർശനം പരമാനുഗ്രഹമായി ഇതിലധികം സ്പൃഹണീയമായിട്ട് എന്തിരിക്കും, സ്പൃഹണീയം ആലോചിക്കാനുള്ള വക എന്നർത്ഥമായി. നന്ദി രേഖപ്പെടുത്താൻ എന്താ വേണ്ടത് ചോദിച്ചു. ഇനി ശ്ലോകം 11. അസംഗനിശിതജ്ഞാന അസംഗനിശിതജ്ഞാനാനന വിധൂത അശേഷമലാനാം ഭവൽ സ്വഭാവാനാം ആത്മാരാമാണാം മുനീനാം അനവരത പരിഗുണിത ഗുണഗണ പരമമംഗളായ അഗുണഗണഘതനോ സി. അപ്പോൾ ആസക്തിരഹിതം, അസംഗം എന്ന് പറഞ്ഞാൽ ആസക്തിരഹിതം, മൂർച്ചയുള്ളത്, അറിവാകുന്ന അഗ്നി നശിപ്പിക്കപ്പെട്ടത്. അറിവാകുന്ന അഗ്നി എന്തിനെ നശിപ്പിച്ചു? അജ്ഞാനത്തെ. അത് പിന്നെ അണ്ടർസ്റ്റുഡാണ്. സകല ദോഷം തന്നെ പറഞ്ഞപ്പോൾ സകല ദോഷത്തെയും അങ്ങയുടെ സ്വഭാവം പോലെയുള്ള സ്വഭാവം ആത്മാവിൽ രമിക്കുന്നവർ, എപ്പോഴും ആവർത്തിക്കപ്പെട്ട ഗുണസമൂഹങ്ങളോട് കൂടിയവൻ, പരമമംഗളങ്ങളുടെ സ്ഥാനമായ ഗുണഗണത്തിൻ്റെ കീർത്തനത്തോടു കൂടിയവൻ ആയി ഭവിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങയെ പൂജ ചെയ്താൽ. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം, വരം വരിക്കാത്തതിന് കാരണം പറയുന്നു. എന്തുകൊണ്ടാണ് വരം വേണ്ടാന്ന് വയ്ക്കാൻ കാരണം? ഇതന്നെ ധാരാളമാണ് പറഞ്ഞത്. എല്ലാ വരങ്ങളും സംസാര ഭോഗങ്ങളിൽ ഉൾപ്പെടുന്നവയാകയാൽ വരം എപ്പോഴും എന്താണെന്നാണ് പറഞ്ഞത്? ലൗകികമായിട്ടുള്ളതാണ്. എന്നാൽ സായൂജ്യം, സാമീപ്യം, സാലോക്യം ഒക്കെ എന്താ? ഭഗവാനെ കണ്ടാൽ തന്നെയായി. അതാരും ചോദിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, സംസാര സന്താപത്തെ നശിപ്പിക്കുന്ന അങ്ങയുടെ ദർശനത്തെക്കാൾ ഉത്തമമായ വരം മറ്റൊന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെത്രയും ദുർലഭമാകുന്നു. അതുകൊണ്ടാണ് സകല ഭോഗങ്ങളെയും വെടിഞ്ഞ് മഹാന്മാർ നിന്ദുരുവടിയുടെ ഗുണങ്ങളെ കീർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നുള്ള അഭിപ്രായത്തെ പ്രകാശിപ്പിച്ചും കൊണ്ട് പറയുന്നു. യാതൊരു ഭോഗത്തിലും ആഗ്രഹം വയ്ക്കാതെ അതിൽ നിന്ന് വിട്ടിരിക്കുന്നതായ വൈരാഗ്യത്താൽ, ശക്തിയോടുകൂടിയ ജ്ഞാനമാകുന്ന അഗ്നിയാൽ ദൂരീകരിക്കപ്പെട്ട രാഗാദിദോഷങ്ങളോടുകൂടിയവരായതിനാൽ നിന്ദുരുവടിയുടെ സ്വഭാവ സാദൃശ്യത്തെ പ്രാപിച്ചവരും, ആ സ്വഭാവ സാദൃശ്യമാണ് സാരൂപ്യം എന്നുള്ളത്. ഭഗവാൻ എൻ്റെ വായയിൽ കുത്തി നിറയ്ക്കുക ചെയ്തത്, എനിക്കതാണ് സന്തോഷം. അപ്പോൾ പ്രാപിച്ചവരും ആത്മാവിൽ തന്നെ ആനന്ദിക്കുന്നവരുമായ മുനികൾക്കും കൂടി പരമാനന്ദത്തെ ജനിപ്പിക്കുന്ന അങ്ങയുടെ ഗുണഗണങ്ങളുടെ കീർത്തനത്തെ ഒരു കാലത്തും അവർ ഉപേക്ഷിക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ അത്രയും അത്യന്താനന്ദമായിട്ടിരിക്കാനുള്ളൊരവസ്ഥ വേറെ ഒന്നുമില്ല. അതും തന്നിൽ തന്നെ, വേറൊരു എക്സ്റ്റേണൽ ഏജൻസി വേണ്ട. അപ്പോൾ അപ്രകാരം പുണ്യശ്ലോകനായ അവിടുത്തെ ദർശനം ഞങ്ങൾക്ക് കരുണയാൽ നൽകിയല്ലോ, അത് മഹാനുഗ്രഹമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 12ാമത്തെ ശ്ലോകം. അധ കഥഞ്ചിൽ സ്ഖലന
പതനജൃംഭണ ദുരവസ്ഥാനാദിഷു വിവശാനാം ന സ്മരണായ ജ്വരമരണദശായാമപി സകലകശ്മല നിരസനാനി തവ ഗുണകൃതനാമധേയാനി വചനഗോചരാണി ഭവന്തു. എന്തായി തീരണം? എല്ലാം ഭഗവാനെ കണ്ട് സന്തോഷിക്കാറാവണം. അതെങ്ങനെ? തടഞ്ഞു വീഴൽ, വിശപ്പ്, വീഴ്ച, കോട്ടുവായിടുക, കഷ്ടാവസ്ഥ മുതലായവയിൽ പരവശന്മാരായ ഞങ്ങൾക്ക് സ്മരിപ്പാനായിക്കൊണ്ട് എന്തിനാ ഈ പനി വരുന്നത്? എന്തിനാ? മരണാവസ്ഥയിലും സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന അങ്ങയുടെ ഗുണത്താൽ സിദ്ധമായ നാമധേയങ്ങൾ വാഗ്വിഷയങ്ങളായി ഭവിക്കട്ടെ. വീഴുമ്പോൾ ഹരി, തുമ്പുമ്പോൾ ഹരി, സർവത്ര ഹരി 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 ഹരി. ഇതാണ് പണ്ടുണ്ടായിരുന്നത്. അവിടുന്നൊക്കെ നമ്മൾ പിടുത്തം മുട്ടും. തവിര് പൊതച്ചിട്ട് ചീപ്റ്റും ഹരി എന്നുള്ള ശബ്ദം വരില്ല. കാരണം എന്താ? മതേതരത്വം. വാട്ട് ഫൂളിഷ് ഇറ്റ് ഈസ്. അവരവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഭാരതീയ ദർശനത്തെ മറന്നിട്ട് എന്ത് മതേതരത്വം നമുക്ക് ഉണ്ടാവേണ്ടത്? പറയൂ. അപ്പോൾ ഇത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ഒരു പ്രവാചകനും അല്ലെങ്കിൽ ഒരു മതനേതാവിനും യൂണിവേഴ്സിനെ ഭരിച്ചിട്ടുള്ളതായിട്ട് കണ്ടിട്ടില്ല. അത് സനാതനധർമ്മത്തിൽ രാജാക്കന്മാർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് പറയാനുള്ള ഗട്ട്സ് വേണം. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കാൻ ഈശ്വരൻ്റെ അനുഗ്രഹവും വേണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? ദുർലഭമായ ഭഗവത് ദർശനം സിദ്ധിച്ചത് തന്നെ മഹാപ്രസാദമായി എങ്കിലും ഭവാന്റെ അന്തർധാനാന്തരവും ഭഗവത് സ്മൃതിയും ഭഗവൻ നാമോച്ചാരണവും ഞങ്ങൾക്കുണ്ടാവാനായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും സന്ദർഭത്തിൽ തടഞ്ഞു വീഴുക, വിശപ്പ് മുതലായ ദുഃഖങ്ങൾ ബാധിക്കുക, വീഴുക, കോട്ടുവായിടുക, മറ്റേതെങ്കിലും കഷ്ടാവസ്ഥകൾ വന്നു ചേരുക, ജ്വരാദി രോഗങ്ങൾ ബാധിക്കുക, മരണസമയം അടുക്കുക, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവശന്മാരായി ഭവിച്ചിരുന്നാലും വാസനാബലം നിമിത്തം, അതാണ് എക്സ്പീരിയൻസ് മേക്ക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ മാതിരി, വാസനാബലം നിമിത്തം അങ്ങയുടെ ഗുണങ്ങളെ സൂചിപ്പിക്കുന്ന നാമധേയങ്ങൾ ഞങ്ങളുടെ വാഗ്വിഷയങ്ങളായി ഭവിക്കണം. അറിഞ്ഞോ അറിയാതെയോ ഉച്ചരിച്ച മാത്രയിൽ സകല പാപങ്ങളെയും സംഹരിപ്പാനുള്ള ശക്തി ആ നാമങ്ങൾക്ക് ഉള്ളതിനാൽ നാരായണ നാരായണ നാരായണ, ഹരി 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 ബോൽ, ഇങ്ങനെയൊക്കെ ചില ശബ്ദങ്ങളിടയ്ക്ക് നമ്മൾക്ക് പ്രയോഗിക്കാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതൊക്കെ നമ്മുടെ ദുരിതങ്ങളെ ഹരിക്കാനുള്ള ബലമുണ്ടതിന് എന്ന് 100% വിശ്വസിക്കണം. എന്നാലേ ശരിയുള്ളൂ. അപ്പോൾ ആ നാമങ്ങൾക്കുള്ളതിനാൽ അവയെ നിരന്തരം കീർത്തിപ്പാനും അങ്ങയുടെ രൂപത്തെ സ്മരിപ്പാനും ഞങ്ങൾക്ക് മനസ്സുണ്ടാകുവാൻ അനുഗ്രഹിക്കണം. നാമസങ്കീർത്തനം ഭക്തന്മാരുടെ ജീവനദ്രവ്യമാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ജീവനദ്രവ്യം എന്ന് പറഞ്ഞാൽ നാരായണം ഭജേ നാരായണം ഭജേ നാരായണം ഭജേ നാരായണം ഭജേ. എന്താ നഷ്ടം? അത് ചെയ്യാത്തതാണ് നഷ്ടം. മനസ്സിലായില്ലേ? അടുത്തത് 13ാമത്തെ ശ്ലോകം. കിഞ്ചായം രാജർഷിർ അപത്യകാമ പ്രജാം ഭവാദൃശി ശീമാസാന ഈശ്വരമാശിഷാം സ്വർഗാപവർഗയോരവി ഭവന്തും ഉപധാവധി പ്രജായാമർത്ഥപ്രത്യയോ ധനദം യമാധന ഫലീകരണം. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ് വരുന്നത്? അത്രമാത്രമല്ല, സന്താനത്തെ ആഗ്രഹിക്കുന്ന ഈ രാജശ്രേഷ്ഠൻ പ്രജയിൽ പുരുഷാർത്ഥ ബുദ്ധിയോട് കൂടിയവനായിട്ട് ധാന്യതുഷ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഉമി എന്നർത്ഥം. ഉമിയെ ആഗ്രഹിക്കുന്ന ദരിദ്രൻ അല്ലേ? തവിടിൽ ചെറിയ കഷ്ണം അരിമണികൾ ഉണ്ടാവും, ചെറുത് പൊടിഞ്ഞത്. അത്
ഇപ്പം ശരിക്കും തവിട് കൊണ്ട് അപ്പം ഉണ്ടാക്കും ഒരു കാലത്ത്. ഈ തവിട് നന്നായിട്ടൊന്ന് ചേറ് വൃത്തിയാക്കും, ഉമ്മി കളയണം, എന്നിട്ട് തവിട് മാത്രമാവും. ആ തവിടിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിൽ കുഴച്ച് അടയുണ്ടാക്കും. ബെസ്റ്റാണ്. അത് ഫൈബർ കണ്ടൻ്റാണ്. ആർക്കും അറിയാം അപ്പോൾ ഇതിനൊക്കെ പറ്റിയിട്ട്? അത് അനുഭവിച്ചവർക്കല്ലേ അറിയുള്ളൂ. തവിട് കൊണ്ട് അപ്പം ഉണ്ടാക്കും. കനലിൽ ചുട്ടെടുക്കും, ഇലയിൽ പൊതിഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു, ആഗ്രഹിക്കുന്ന ദരിദ്രൻ ധനദാതാവിനെ എന്ന പോലെ, ധനത്തെ ദാനം ചെയ്യുന്നവൻ എന്ന പോലെ ഭവാനോട് തുല്യയായ പ്രജയെ, അതായത് പരമശ്രേഷ്ഠനായിട്ടുള്ള ഭൃത്യൻ പറയാം, ആഗ്രഹിക്കുന്നവനായിട്ട് ഭോഗങ്ങളുടെയും സ്വർഗത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും, സ്വർഗവും മോക്ഷവും ഒക്കെ ഭഗവാന്റെ കയ്യിലാണ്. അപ്പോൾ സ്വർഗമല്ല തിരഞ്ഞെടുക്കേണ്ടത്, മോക്ഷമാണ് തിരഞ്ഞെടുക്കേണ്ടത്. സ്വാമിയായ അങ്ങയെ പൂജിക്കുന്നു എന്ന് പറഞ്ഞു. ശ്രീഹരിനെ പൂജിച്ചാൽ മാത്രമേ മോക്ഷമുള്ളൂ, മറ്റുള്ളവരെ പൂജിച്ചാൽ മോക്ഷമില്ല. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെ? അല്പമായ ഒരു സംഗതി കൂടി പ്രാർത്ഥിപ്പാനുണ്ടെന്ന് സൂചിപ്പിച്ച് പറയുന്നു. ഈ രാജർഷി സന്താനത്തെ ആഗ്രഹിക്കുന്നു. നിന്തിരുവടിയെ പോലെയുള്ള പുത്രൻ ഉത്ഭവിക്കണമെന്നാണ് ആഗ്രഹം. ഈ ആഗ്രഹം ശ്ലാഘ്യമല്ലെന്നും അറിയാം. അത് ശരിയാണോ അല്ലേന്നറിയില്ല. എങ്കിലും പുത്രന് ലഭിക്കുന്നതാണ് പരമപുരുഷാർത്ഥ പ്രാപ്തി എന്നുള്ള ബുദ്ധിക്ക് അധീനനായിരിക്കുന്നു. ഇഹത്തിലും പരത്തിലുമുള്ള സകല ഭോഗങ്ങളെ എന്നു വേണ്ട, മോക്ഷത്തെ കൂടി നൽകുന്ന പ്രഭുവായ നിന്തിരുവടിയെ അപത്യാർത്ഥം, അതായത് ഒരു കുട്ടിക്ക് വേണ്ടി ആരാധിക്കുന്നത് ഉത്കൃഷ്ട സ്ഥാനത്തെ ദാനം ചെയ്യുവാൻ സമർത്ഥനായിരിക്കുന്ന ഒരു ധനവാനെ ആരാധിച്ചിട്ട് ദരിദ്രനായ ഒരുവൻ അവനിൽ നിന്ന് ഉമിയെ യാചിക്കുന്നത് പോലെ തുച്ഛമാകുന്നു. എങ്കിലും പ്രാരബ്ധാനുസരണം വന്നു ചേരുന്ന വാസനയെ നിരസിപ്പാൻ അശക്തനായതിനാൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന അഭിപ്രായം. അതായത് സാക്ഷാൽ ജഗദീശ്വരൻ നമ്മുടെ മുമ്പിലെത്തിയാലും മോക്ഷം ചോദിച്ചു വാങ്ങുന്നതിന് പകരം വളരെ ചീപ്പായിട്ട് എനിക്കൊരു മകനുണ്ടായാൽ മതി എന്ന് പറയാണ്. ഇപ്പം മനസ്സിലായോ? ഭഗവാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ബ്രഹ്മചൈതന്യമാണ്. ആ ബ്രഹ്മചൈതന്യം മോക്ഷം തരാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ പറയണം, ഞങ്ങൾക്ക് ചെറിയൊരു വീടും ഒരു ഭാര്യയും 2 കുട്ടികളുണ്ടായാൽ മതിയെന്ന് ഉമി യാചിക്കുന്ന പോലെ എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? 14ാമത്തെ ശ്ലോകം. കോവായിഹതേ അപരാജിതോ അപരാജിതയാ മായാനവസിത പദവ്യാനാവൃതം അതിർ വിഷരയാനാവൃത പ്രകൃതി അനുപാസിതം അഹച്ചരണ എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങയുടെ ആരാലും ജയിക്കപ്പെടാത്ത മായയാൽ ജയിക്കപ്പെടാത്തവൻ ആർ? നിശ്ചയിക്കപ്പെടാത്ത മാർഗത്തോടു കൂടിയ മായയാൽ മറയ്ക്കപ്പെട്ടതായ ബുദ്ധിയോടും വിഷയങ്ങളാകുന്ന വിഷയങ്ങളുടെ വേഗത്താൽ മറയ്ക്കപ്പെടാത്ത പ്രകൃതിയോടുകൂടിയവൻ മഹാന്മാരുടെ പാദങ്ങളെ ഉപാസിക്കാത്തവരാണെന്നു വരികിൽ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മഹാന്മാരുടെ പാദധൂളി പൂജിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ പൂജിച്ച മാതിരിയാണ്. അങ്ങനത്തെ ഒരു ചോദിക്കില്ല. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. രാജർഷിയുടെ ഈ പ്രാർത്ഥന അതിശയത്തക്കതല്ലതാനും. കാരണം എന്താ? ഈച്ച് ആൻഡ് എവരിബഡി ഈസ് അണ്ടർ ദി മായ, അങ്ങനെ പറയണം. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മാദിദേവന്മാരാൽ കൂടി ജയിക്കപ്പെടാത്ത നിന്തിരുവടിയുടെ മായയാൽ ജയിക്കപ്പെടാത്തവൻ ഈ ലോകത്തിൽ ആരുണ്ട്? എവിടെ നിന്ന് വന്നിരിക്കുന്നുവെന്ന് ആരാലും മാർഗനിർണയം ചെയ്യപ്പെടുവാൻ കഴിയാത്ത നിന്തിരുവടിയുടെ ആ പരാശക്തി ആരുടെ വിചാരശക്തിയെ മന്ദീഭവിക്കുന്നില്ല. വിഷയങ്ങളാകുന്ന വിഷങ്ങളുടെ ലോകം ഏതൊരുവിൻ്റെ പ്രകൃതിയാണ് വ്യാപരിക്കാതിരിക്കുന്നത്. മഹാന്മാരുടെ പാദപത്മങ്ങളെ ആശ്രയിപ്പാനുള്ള ഭാഗ്യം ആർക്ക് സിദ്ധിച്ചിട്ടില്ലയോ അവരെല്ലാം മഹാമായയ്ക്ക് അധീനന്മാരാണ്.
ഈ പ്രാർത്ഥന ആശ്ചര്യമാണെന്ന് വിചാരിക്കുവാൻ അവകാശമില്ല. മായാസന്തരണം പരമഗുരുചരണ സേവ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം. അല്ലാതെ കുട്ടി വേണം, ആൺകുട്ടി വേണം, പെൺകുട്ടി വേണം പറഞ്ഞ് യാചിക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതെത്ര ആൾ മനസ്സിലാക്കി? ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആചാര്യന്മാരെ പബ്ലിക്കിനെ കോഷൻ ചെയ്യണ്ടേ? 15-ാമത്തെ ശ്ലോകം. യദുഹവാവാ തവ പുന അദഭ്രകർത്തരിഹ സമാഹൂത സ്തത്രാർത്ഥധിയാം മന്ദാനാം നസ്തദൃദ്ദേവഹേളനം ദേവദേവാർഹസി സാമ്യേന സർവാൻ പ്രതിവോടും അഭിദുഷാം. മഹത്തായ കാര്യത്തെ ചെയ്യുന്നതിൽ സമർത്ഥനായുള്ളവനെ, ആര്? ഭഗവാൻ, യാതൊന്നു ഹേതുവായിട്ട് ഇതിനായിട്ട് വിളിക്കപ്പെട്ടു. ദേവന്മാർക്കും ദേവനായിട്ടുള്ളവൻ, അതിൽ പുരുഷാർത്ഥ ബുദ്ധിയോടുകൂടിയവരും ബുദ്ധിഹീനന്മാരും അറിവില്ലാത്തവരുമായ ഞങ്ങളുടെ യാതൊരു ദേവഹേളനത്തെ എല്ലാവരെക്കുറിച്ചും സമഭാവത്താൽ സഹിപ്പാനായിക്കൊണ്ട് അർഹിക്കുന്നു എന്നർത്ഥം. ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് എന്നാണ് പറഞ്ഞതിന് താല്പര്യം. അതിലെ ഭാവാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? ഹേ ദേവദേവ, ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരാദി മഹാകാര്യങ്ങൾ നടത്തുന്ന സർവേശ്വരനായ അങ്ങയെ പുത്രവര പ്രാർത്ഥനാരൂപമായ അല്പകാര്യം സാധിപ്പിക്കുന്നവനായിട്ട് ഞങ്ങൾ ഈ യജ്ഞത്തിൽ മന്ത്രങ്ങളാൽ വിളിച്ചു വരുത്തിയത് അങ്ങയുടെ നേരെ കാട്ടിയ ഒരപരാധം തന്നെ. യജ്ഞവേദിയിൽ പുത്രനെ ഉദ്ദേശിച്ച് പറവിക്കുക, വിവാഹം ഉദ്ദേശിച്ച് പറവിക്കുക, അതൊരു അപരാധമാണ്. കാരണം എന്താ? മോക്ഷം ആണ് ചോദിക്കേണ്ടത് ഭഗവാനോട്, മോക്ഷശുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സന്താനലാഭം പുരുഷാർത്ഥപ്രാപ്തി എന്ന് വിചാരിപ്പാനുള്ള മന്ദബുദ്ധിയെ ഞങ്ങൾക്കുള്ളൂ. സർവജ്ഞന്മാരെയും ഒന്നും അറിവില്ലാത്തവരെയും ഒരുപോലെ കാണുന്ന സമഭാവനയുള്ള നിന്തുരുവടി അറിവില്ലാത്ത ഞങ്ങൾ കാട്ടിയ ഈ അപരാധത്തെ കരുണാപൂർവം ക്ഷമിക്കണം. സകാമന്മാർ ഭഗവാനെ കാമപൂർത്തിക്കായി ഭജിക്കുമ്പോഴും ആ മാതിരി കാമബീജം നശിപ്പിക്കണമെന്നായിരിക്കണം ആന്തരമായ പ്രാർത്ഥന എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഈ ആന്തരമായ പ്രാർത്ഥന എന്നും ഉൾക്കൊള്ളണമെങ്കിൽ ആഖ്യാനം വായിച്ചു പിടിക്കണം. മനസ്സിലായില്ലേ? ശ്രീ ശുഗാവാച, ശുഗബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയണു, ഇതി നിഗതേന അഭിഷ്ടൂയമാനോ ഭഗവാൻ അനിമിഷർഷഭോ വർഷധാരാഭിവാദിതാഭിവന്ദിത ചരണ സദയം ഇതം ആഹ. സദയം ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ? ഇപ്രകാരം വാക്യത്താൽ സ്തുതിക്കപ്പെട്ടും വർഷത്തെ ഭരിക്കുന്നവനാൽ വന്ദിക്കപ്പെട്ടവരാൽ, അതായത് ഇന്ദ്രൻ മുതലായിട്ടുള്ള ആൾക്കാർ, പാദധൂളിയോടുകൂടിയവനും ഭഗവാനുമായ ദേവശ്രേഷ്ഠൻ ദയാപൂർവം ഇങ്ങനെ പറഞ്ഞു. ശ്രീ ശുഗമുനി അരുളി ചെയ്തു. ആ ഭാവാർത്ഥം കേൾക്കാം. ഭാരതവർഷത്തെ ഭരിക്കുന്ന നാഭി മഹാരാജാവിനാൽ വന്ദിക്കപ്പെട്ടവരായ ഋത്വിക്കുകൾ ഇപ്രകാരം ഗദ്യത്താൽ സ്തുതിക്കുകയും, പദ്യമല്ല ഗദ്യം, ഇതൊക്കെ ഗദ്യമാണ്, ഗദ്യത്താൽ സ്തുതിക്കുകയും പാദങ്ങളിൽ നമസ്കരിക്കുകയും ചെയ്തപ്പോൾ ദേവദേവനായ ഭഗവാൻ കാരുണ്യപൂർവം ഇങ്ങനെ പറഞ്ഞു. ശ്രീ ഭഗവാനുവാച. ഭഗവാൻ പറഞ്ഞത് നമ്മുടെ വായ കൂടെ പറയാൻ സാധിക്കുക എന്ന് പറഞ്ഞതിന് വലിയ കാര്യമല്ലേ? അഹോ ബദാ അഹം ഋഷയോ ഭവദ്ഭി അവിധത ഒന്നുകൂടി പറയാം, കാരണം ഇത് വായിച്ചിട്ടുള്ള ശീലമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിർത്തി പറയാണ്. അഹോബദാഹം ഋഷയോ ഭവദ്ഭിർ അവിധദഗീഭിർവരമസൃ അസുലഭമഭിയാചിതോ യദമുഷ്യാത്മജോ മയാ സദൃശോ ഭൂയാദിതി.
ഋഷികളെ ആശ്ചര്യം വ്യർത്ഥമാവാത്ത വാക്കോടുകൂടിയ ഭവാന്മാരാൽ ദുർലഭമായ വരം യാചിക്കപ്പെട്ടു. ഇവന് എന്നോട് തുല്യനായ പുത്രൻ ഭവിക്കണം എന്ന്. ഞാൻ തന്നെ മകനായിട്ട് പറക്കാമെന്നാണ് പറയാൻ പോണതേ. ശ്രീ ഭഗവാൻ അരുളി ചെയ്തു, ഹേ ഋഷികളെ, അത്യാശ്ചര്യം നിങ്ങളുടെ വാക്ക് വ്യർത്ഥമായി ഭവിക്കുകയില്ല. എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ച വരമോ എത്രയും ദുർലഭം. ഈ രാജർഷിക്ക് എന്നോട് സദൃശനായ പുത്രൻ ജനിക്കണമെന്നല്ലയോ പ്രാർത്ഥിച്ചിരിക്കുന്നത്? ഇത് സാധ്യമോ? ആശ്ചര്യം, സാധ്യമാക്കി തരാം എന്നാണ് പറഞ്ഞത്. 18ാമത്തെ ശ്ലോകം നോക്കുക. മോഹം യേവാഭിരൂപ കൈവല്യാദധാവി ബ്രഹ്മവാദോ നമൃഷാ ഭവിതുർമർഹതി മമൈവ ഹിമുഖം യദ്വിജദേവകുലം. എനിക്ക് സദൃശൻ ഞാൻ തന്നെ, കേവലഭാവം ഹേതുവായിട്ട്, എന്നാലും ബ്രാഹ്മണവചനം വ്യർത്ഥമായി ഭവിപ്പാനായിട്ട് യോഗ്യമല്ല. ബ്രാഹ്മണനുള്ളവൻ പറഞ്ഞാൽ അത് അച്ചട്ട് നടക്കണം. ബ്രാഹ്മണവംശം യാതൊന്നോ എൻ്റെ മുഖം തന്നെയല്ലയോ, അപ്പം ഞാൻ അത് ചെയ്യാതെണ്ടിരിക്കുമെന്നാണ്. ഇത്രത്തോളം ഭഗവാൻ കരുണാമയനാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. വരം ദുർലഭമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ, എന്നോട് സദൃശനായിട്ടുള്ളവൻ ഞാൻ തന്നെ അല്ലാതെ വേറെ അല്ലാതെ അന്യനില്ലല്ലോ. എങ്കിലും ബ്രാഹ്മണവചനം വ്യർത്ഥമാവാനും പാടുള്ളതല്ല. കാരണം ബ്രാഹ്മണകുലം എന്നത് എൻ്റെ മുഖം തന്നെയാകുന്നു. അവരുടെ വചനം വ്യർത്ഥമായാൽ എൻ്റെ മുഖത്തിൽ നിന്ന് പുറപ്പെട്ടത് വ്യർത്ഥമെന്ന് വരുമല്ലോ. അതിനാൽ നിങ്ങളുടെ വാക്കിനെ സഫലമാക്കാതെ കഴിയുകയില്ല. അതാണ് വരം അറിഞ്ഞു ചോദിക്കണം എന്ന് പറയും, പാത്രാനുഭൂതി. ഇനി വേറെ അടുത്ത ശ്ലോകം 19. തഥ ആഗ്നേന്ദ്രിയേ അംശകലയാവതിരിഷ്യാം ആത്മതുല്യം അനുപലഭമാനഃ. കിട്ടി. അതേപോലെ എന്നാ പറഞ്ഞത്. അതെങ്ങനെ? അതിനാൽ ആത്മതുല്യം ആത്മസദൃശനെ കാണാത്തവനായ ഞാൻ അഗ്നീന്ദ്രപുത്രനിൽ എൻ്റെ അംശത്താൽ അവതരിക്കുന്നേൻ. ധൈര്യമായിട്ട് നിങ്ങൾ പോയിക്കോളൂന്ന് പറഞ്ഞു. ബ്രാഹ്മണവചനം മിഥ്യയാവാൻ പാടില്ലാത്തതുകൊണ്ടും എന്നോട് സദൃശൻ ഞാൻ തന്നെ ആയിരിക്കൊണ്ടും മറ്റൊരുവനില്ലാത്തത് കൊണ്ടും അഗ്നീന്ദ്രപുത്രനായ നാഭിയിൽ ഞാൻ തന്നെ എൻ്റെ അംശത്താൽ അവതരിച്ചു കൊള്ളാം എന്നുള്ള വരം കൊടുത്തു. ശ്രീശുക ഉവാച. 20ാമത്തെ ശ്ലോകം. 21ാമത്തെ ശ്ലോകം കൊണ്ട് ഇത് കഴിയാൻ പോവാണ് കേട്ടോ. ഇതി നിശാമയന്ത്യാമേരുദേവ്യാപതിം അഭിധായ അന്തർധതേ ഭഗവാൻ. മേരുദേവി കേട്ടിരിക്കെ ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞിട്ട് ഈശ്വരൻ മറഞ്ഞു. ശ്രീ ശുഗമുനി അരുളി ചെയ്യണു. ഇപ്രകാരം ഭർത്താവിനോട് അരുളി ചെയ്തതിനെ കേട്ടിരുന്ന മേരീദേവിയും ആനന്ദഭരിതയായിരിക്കുമ്പോൾ ഭഗവാൻ മറഞ്ഞു. കാരണം സാക്ഷാൽ ഭഗവാനാണ് മേരുദേവിയുടെ ഉദരത്തിൽ പറക്കാൻ പോകുന്നത്. ഇനി അവസാനത്തെ ശ്ലോകം 21. ബർഹിഷി തസ്മിന്നേവ വിഷ്ണുദത്ത. വിഷ്ണുവനാൽ ദത്തം ചെയ്യപ്പെട്ടത്. ഭഗവാൻ പരമർഷിഭി പ്രസാദിതോ നാഭേ പ്രിയചികീർഷയാ തതവരോധായനേ മേരുദേവ്യാം ധർമാൻ ദർശയുതു കാമാവതാരശനാനാം ശ്രമണാനാം ഋഷീണാം ഊർധ്വം അമന്ധിനാം ശുക്ലായ തനുവാവതാര. ഭഗവാൻ തന്നെ അവതാരം ചെയ്തു എന്നാണ് പറഞ്ഞത്. ഹേ പരീക്ഷിത്തേ, ആ യജ്ഞത്തിൽ മഹാന്മാരായ ഋഷികളാൽ പ്രസാദിപ്പിക്കപ്പെട്ട ഈശ്വരൻ നാഭിയോടെ പ്രിയം ചെയ്യുവാനുള്ള ആഗ്രഹത്താലും പരിശ്രമ സ്വഭാവമുള്ളവർക്കാണ് ഭഗവാനെ കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടില്ല. സ്ത്രീ സംയോഗം വർജിച്ചിരിക്കുന്നവരും ശ്രദ്ധിക്കണം.
സ്ത്രീ സംയോഗം വേണ്ട ഭഗവാൻ ജനിക്കാൻ. വസ്ത്രാദികളെ ധരിക്കാതിരിക്കുന്നവരുമായ ഋഷികളുടെ, അതായത് സ്ത്രീ സംയോഗം വർജിച്ചിട്ടുള്ളവരാണ് ഋഷീശ്വരന്മാർ. അവർക്ക് വസ്ത്രം വേണ്ട, നരൂരിക്കാണ് അവർ ധരിക്കുന്നത്. അപ്പോൾ വസ്ത്രാദികളെ ധരിക്കാതിരുന്നവരുമായ ഋഷികളുടെ ധർമ്മങ്ങളെ കാട്ടിക്കൊടുപ്പാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും അവരുടെ പവർ എന്താണെന്ന് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവണം. അത് ഈ 18-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ട് എന്ന് കൊണ്ട് അവഹേളിക്കരുത്. അവർക്കതിൽ യാതൊരു ഇച്ഛാഭംഗമോ അല്ലെങ്കിൽ അതിലല്ല സാംസ്കാരികത. ഇപ്പോൾ ഇന്ന് നടക്കണില്ലേ കൂത്താട്ടം, അതാണ് സംസ്കാരത്തിൻ്റെ ശോച്യം. മനസ്സിലായില്ലേ? അപ്പോൾ അവൻ്റെ അന്തഃപുരത്തിൽ വസിക്കുന്ന മേരുദേവിയിൽ ശുദ്ധസത്വമൂർത്തിയായിട്ട് അവതരിച്ചു എന്നാണ്. ശുക്ലായ തരുവ. അവിടെ ശുക്ലം എന്നുള്ളതിനെ വെളുപ്പ് എന്നുള്ള അർത്ഥമുണ്ട്, ശുക്ലവർണ്ണം ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് മേരുദേവിയിൽ സത്വമൂർത്തിയായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഹേ പരീക്ഷിത് രാജാവേ, മഹാന്മാരായ ഋഷികളാൽ ആ യജ്ഞത്തിൽ ഇപ്രകാരം പ്രസാദിപ്പിക്കപ്പെട്ട ഭഗവാൻ അവരുടെയും നാഭിയുടെയും പ്രിയത്തെ സാധിപ്പിക്കുവാനും ജന്മജന്മാന്തരങ്ങളിൽ നിയമാദികളോടുകൂടി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ദ്രിയജയം സമ്പാദിച്ചവരും ദേഹാഭിമാനം വെടിഞ്ഞിരിക്കുന്നവരും നിത്യബ്രഹ്മാചാരികളുമായ ഋഷികളുടെ ധർമാചാരങ്ങളെ തൻ്റെ അനുഷ്ഠാനങ്ങളെ കൊണ്ട് ലോകത്തിൽ നിലനിർത്തുവാനും വേണ്ടിയിട്ട് ശുദ്ധസത്വഗുണത്തെ അവലംബിച്ച് നാഭിയുടെ ധർമ്മപത്നിയായ മേരുദേവിയിൽ അവതരിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ സ്വരൂപസ്ഥിതി പ്രകരണേ നാഭേര്യശോ നിരൂപണം നാമ തൃതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.